DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 4 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കൊടുംചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന അറിയിപ്പുകൾ എത്തുകയാണ്. മഴ മുന്നറിയിപ്പുകളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 1,10,680 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഇന്നലെ പവന് 1,440 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,835 രൂപയാണ്. അടുത്ത അറിയിപ്പ്, ഏപ്രിൽ 1 മുതൽ സ്വർണ്ണപ്പണയം സംബന്ധിച്ച റിസർവ് ബാങ്കിന്റെ പരിഷ്കരിച്ച ചട്ടം പൂർണ്ണതോതിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പണയം വെച്ച സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 85% വരെ വായ്പയായി ലഭിക്കും. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ 80%, 5 ലക്ഷത്തിനു മുകളിൽ 75% എന്ന പരിധിയും ബാധകമാകും. മൂല്യം കണക്കാക്കുമ്പോൾ മുതലിനൊപ്പം കാലാവധി പൂർത്തിയാകുമ്പോൾ അടയ്ക്കേണ്ട പലിശയും കണക്കാക്കും. ഇങ്ങനെ കണക്കാക്കുമ്പോൾ വായ്പയായി ലഭിക്കുന്ന തുകയിൽ കുറവുണ്ടാകും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ 4 മുതൽ, അതായത് ഇന്നു മുതൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം ആരംഭിക്കും. 3 മാസത്തെ വിഹിതം ഒരുമിച്ച് നൽകാനായിരുന്നു കേന്ദ്ര നിർദ്ദേശമെങ്കിലും റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലപരിമിതി കണക്കിലെടുത്താണ് 2 മാസമായി ചുരുക്കിയത്. ഏപ്രിൽ വിഹിതത്തോടൊപ്പം മെയ് വിഹിതം ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെ വാങ്ങാം. ജൂണിലെ വിഹിതം സ്റ്റോക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് നേരത്തെ വിതരണം ചെയ്യുന്നത് പരിഗണനയിലാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇന്ധന ലഭ്യത കുറഞ്ഞ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായാണ് സർക്കാർ നടപടി. അടുത്ത അറിയിപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവക് മിഷൻ എന്ന പുതിയ പദ്ധതി ഏപ്രിൽ 1 മുതൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഈ പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ദിവസമായി ഉയർത്തിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ തൊഴിലാളികളുടെ പ്രതിദിന വേതനം 400 രൂപ വരെയാക്കി വർദ്ധിപ്പിക്കുവാനാണ് ഈ പുതിയ സ്കീമിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ സാമ്പത്തിക സ്രോതസ്സിലും വിതരണ രീതിയിലും കേന്ദ്ര സർക്കാർ കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മുൻപ് ഭൂരിഭാഗം ഫണ്ടും കേന്ദ്രം നേരിട്ട് നൽകിയിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ 60-40 എന്ന അനുപാതത്തിലായിരിക്കും പുനർനിശ്ചയിച്ചിരിക്കുന്നത്. അതായത് മൊത്തം ചിലവിന്റെ 60% കേന്ദ്രവും 40% അതത് സംസ്ഥാന സർക്കാരുകളും വഹിക്കേണ്ടി വരും. നിലവിൽ പഴയ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് ഈ പുതിയ മിഷന്റെ ഭാഗമാകാൻ പ്രത്യേകമായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല. അവരുടെ രജിസ്ട്രേഷനുകൾ സ്വയമേവ പുതിയ പദ്ധതിയിലേക്ക് മാറ്റപ്പെടുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.